ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകം കമ്പ്യൂട്ടറുകളുടെയും ഇൻ്റർനെറ്റിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും കാലമാണ്. പക്ഷേ ഇതെല്ലാം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു പുതിയ വിപ്ലവം നിശബ്ദമായി നടക്കുകയാണ്. അതിൻ്റെ പേര് ക്വാണ്ടം സാങ്കേതികവിദ്യ. ലോകം ക്വാണ്ടം സാങ്കേതികവിദ്യയിലേക്ക് വേഗത്തിൽ നീങ്ങുമ്പോൾ ഒരു ചോദ്യം ഉയർന്നു. ഇന്ത്യ ഇതിൽ വെറും ഒരു പിന്തുടരുന്ന രാജ്യമാണോ? അല്ലെങ്കിൽ നേതൃത്വം ഏറ്റെടുക്കുമോ? ഈ ചോദ്യത്തിനുള്ള ഇന്ത്യയുടെ ശക്തമായ മറുപടിയാണ് നാഷണൽ ക്വാണ്ടം മിഷൻ. ഇത് വെറും ഒരു ഗവേഷണ പദ്ധതിയല്ല. ഇത് ഇന്ത്യയുടെ ഭാവി സാങ്കേതികവിദ്യയുടെ ഒരു പ്രഖ്യാപനമാണ്. 2023 ഇന്ത്യൻ സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഒരു മഹത്തായ ദൗത്യമാണ് നാഷണൽ ക്വാണ്ടം മിഷൻ അഥവാ NQM. ലക്ഷ്യം ഒന്ന് മാത്രം: ഇന്ത്യയെ ക്വാണ്ടം സാങ്കേതികവിദ്യയിലെ ലോക നേതൃത്വ രാജ്യങ്ങളൊന്നാക്കുക. ഇതിനുവേണ്ടി ഇന്ത്യ 5 മുതൽ 10 വർഷം വരെയുള്ള ദീർഘകാല പദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നാഷണൽ ക്വാണ്ടം മിഷനായി ഇന്ത്യൻ സർക്കാർ ആയിരക്കണക്കിന് കോടി രൂപ നിക്ഷേപിക്കുന്നു. ഇത് വ്യക്തമാക്കുന്നത് ഒരു കാര്യമാണ്: ക്വാണ്ടം സാങ്കേതികവിദ്യ ഇന്ത്യക്ക് അത്യാവശ്യമാണ്. ഈ നിക്ഷേപം ഗവേഷണത്തിന് മാത്രമല്ല, സ്റ്റാർട്ടപ്പുകൾക്കും വിദ്യാഭ്യാസത്തിനും വ്യവസായ രംഗത്തും ഉപയോഗപ്പെടും. ഇന്ത്യയിൽ തന്നെ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ വികസിപ്പിക്കുക എന്നതാണ് ആദ്യത്തെ വലിയ ലക്ഷ്യം. 50 മുതൽ 1000 ക്യൂബിറ്റ് വരെ ശേഷിയുള്ള ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ, ഇന്ത്യയിൽ നിർമ്മിച്ച ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും, ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ നേതൃത്വത്തിലുള്ള ഗവേഷണം. ഇതിലൂടെ ഇന്ത്യ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട സാഹചര്യം മാറ്റിമറിക്കും. ഇന്ന് ഡേറ്റ സുരക്ഷ ദേശീയ സുരക്ഷയാണ്. നാഷണൽ ക്വാണ്ടം മിഷൻ ലക്ഷ്യമിടുന്നത് ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ, ഹാക്ക് ചെയ്യാൻ കഴിയാത്ത കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ, സൈന്യത്തിനും സർക്കാർ സ്ഥാപനങ്ങൾക്കും സുരക്ഷിത ഡേറ്റ ട്രാൻസ്ഫർ. ഭാവിയിൽ ഇന്ത്യയിലുടനീളം ക്വാണ്ടം ഇൻ്റർനെറ്റ് സാധ്യമാകുക എന്നതാണ് ലക്ഷ്യം. ക്വാണ്ടം സെൻസറുകൾ ഉപയോഗിച്ച് ഭൂകമ്പ മുന്നറിയിപ്പ്, സബ്മറൈൻ കണ്ടെത്തൽ, മൈനിങ്, മെഡിക്കൽ ഡയഗ്നോസിസ് ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇന്ത്യയുടെ പ്രതിരോധവും ശാസ്ത്രീയ ശേഷിയും ഇതിലൂടെ വളരെ ശക്തമാകും. ക്വാണ്ടം സാങ്കേതികവിദ്യ ഹാർഡ്വെയറിൽ മാത്രമല്ല, പുതിയ ക്വാണ്ടം മെറ്റീരിയൽസ്, സൂപ്പർ കണ്ടക്ടറുകൾ, നാനോ ടെക്നോളജി ഇവയിലൊക്കെ ഇന്ത്യ സ്വയം പര്യാപ്തമാകുക എന്നതാണ് ഈ ദൗത്യത്തിൻ്റെ ലക്ഷ്യം. നാഷണൽ ക്വാണ്ടം മിഷൻ ഒറ്റ സ്ഥാപനത്തിൻ്റെ ശ്രമമല്ല. ഇതിൽ പങ്കാളികളാകുന്നത് IIT മദ്രാസ്, IIT ബോംബെ, IIT ഡൽഹി, ISRO, ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ ഇവയെല്ലാം ചേർന്നാണ് ഇന്ത്യയുടെ ക്വാണ്ടം ഭാവി നിർമ്മിക്കപ്പെടുന്നത്. ഒരു സാങ്കേതിക വിപ്ലവം വിജയിക്കണമെങ്കിൽ ശാസ്ത്രജ്ഞർ വേണം. അതുകൊണ്ട് നാഷണൽ ക്വാണ്ടം മിഷൻ സർവകലാശാലകളിൽ ക്വാണ്ടം കോഴ്സുകൾ, വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ. ഇന്ത്യയുടെ അടുത്ത തലമുറ ക്വാണ്ടം വിദഗ്ധരാകാൻ തയ്യാറെടുക്കുകയാണ്. ഇന്ന് അമേരിക്ക, ചൈന, യൂറോപ്പ് എന്നിവ ക്വാണ്ടം രംഗത്ത് മുന്നിലാണ്. പക്ഷേ നാഷണൽ ക്വാണ്ടം മിഷൻ ഇന്ത്യയെ അവരോടൊപ്പം ഒരേ നിരയിലേക്കാണ് നയിക്കുന്നത്. ഇത് ഇന്ത്യയുടെ സാങ്കേതിക ചിഹ്നമാണ്. നാഷണൽ ക്വാണ്ടം മിഷൻ ഒരു പദ്ധതിയല്ല, ഇത് ഇന്ത്യയുടെ ഭാവിയിലേക്കുള്ളൊരു പ്രതിജ്ഞയാണ്. ഇന്ന് അടിത്തറ പണിയുകയാണ്. നാളെ ലോകം ഉപയോഗിക്കുന്ന ക്വാണ്ടം സാങ്കേതിക വിദ്യയിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന മുദ്ര പതിഞ്ഞിരിക്കും. ഒരു കാലത്ത് ക്വാണ്ടം എന്ന വാക്ക് ലാബുകളിൽ ഒതുങ്ങിയ ശാസ്ത്ര ആശയമായിരുന്നു. ഇന്ന് അത് രാജ്യങ്ങളുടെ ഭാവി തീരുമാനിക്കുന്ന ഒരു ശക്തിയായി മാറിയിരിക്കുന്നു. ഈ മാറ്റത്തിൻ്റെ നടുവിൽ ഇന്ത്യ നിശബ്ദമായി, പക്ഷേ ഉറച്ച ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങുകയാണ് ഇന്ത്യ. നാഷണൽ ക്വാണ്ടം മിഷൻ നമ്മളോട് പറയുന്നത് ഒരു കാര്യം മാത്രമാണ്: ഇന്ത്യ ഇനി പിന്തുടരുന്ന രാജ്യമല്ല, ഇന്ത്യ നേതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഇന്ന് നമ്മൾ ക്വാണ്ടം വിപ്ലവത്തിൻ്റെ ആദ്യ പേജുകളിലാണ്, പക്ഷേ അടുത്ത അധ്യായങ്ങൾ എഴുതാൻ പോകുന്നത് ഇന്ത്യയാണ്. ഭാവിയിൽ ലോകം ചോദിക്കുമ്പോൾ ക്വാണ്ടം കാലഘട്ടം എവിടെ നിന്നാണ് ആരംഭിച്ചത്, ഉത്തരം ഒന്നായിരിക്കും: ഇന്ത്യയിൽ നിന്ന്. ഇത് അവസാനമല്ല, ഇത് തുടക്കമാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Until then, I am Ashwin Srijan signing off from InfoSpace 24.